അരുവികളിൽ നിന്ന് വെള്ളം കുടിച്ചും തണൽ മരങ്ങൾക്ക് കീഴിൽ വിശ്രമിക്കാനുള്ള ഇടങ്ങൾ കണ്ടെത്തിയും കാട്ടിലൂടെയുള്ള യാത്ര ഞങ്ങൾ തുടർന്നു. മണാലിയിൽ ഒരുപാട് തവണ വന്നിട്ടുണ്ടെങ്കിലും ഇത്തരത്തിലൊരു അനുഭവം ആദ്യമായിട്ടായിരുന്നു. പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിരിക്കാം. पैसा दे दो ना 4 लाख। 4 लाख हाँ चलो आएंगे तब मैं नाम चुराऊंगी। ठीक है 100 रुपये में भी दे देंगे हमसे एक साइड दे देंगे. ठीक है. കാട്ടിലൂടെയുള്ള നടത്തക്കിടയിൽ റോഷനങ്ങളും ആൻറ്റിയും ഒരുപാട് വിഭവങ്ങൾ ശേഖരിക്കുന്നുണ്ടായിരുന്നു. ലിങ്കിടി എന്ന് പറയുന്ന ചെടിയുടെ തലപ്പ് കറി വെക്കാനൊക്കെ ഇവിടെ ഹിമാചലിൽ ഉപയോഗിക്കുന്നുണ്ട്. അത് ശേഖരിക്കുന്നത് കണ്ട് ഞാനും ആരൂപാവയും നല്ല ഉത്സാഹത്തോടെ ഞങ്ങളുടെ കവറുകളിൽ ഞങ്ങളും ഇത് ശേഖരിക്കാൻ തുടങ്ങി. ലിങ്കിടി സബ്ജി ബനാത്തെ. बहुत बढ़िया। അതിനുശേഷമാണ് ഞങ്ങൾ തിരിച്ചറിയുന്നത് കണ്ടാൽ ലിങ്കിടി പോലെ തന്നെ ഇരിക്കുന്ന ഒരു വിഷച്ചെടിയും ഈ കാട്ടിലുണ്ട്. എന്നാൽ ഈ ചെടികൾ തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാൻ എനിക്കും ആരൂപാവയ്ക്കും കഴിയുന്നുണ്ടായിരുന്നില്ല. ഓരോ തവണയും ഈ ചെടി ഞങ്ങൾ മുറിച്ചുകൊണ്ട് റോഷനങ്ങളിൽ എടുത്തുകൊണ്ട് പോകുമ്പോൾ ഇത് വിഷച്ചെടിയാണെന്നും അല്ല ഇത് ലിങ്കിടി ആണെന്നും പറഞ്ഞ് അത് തരംതിരിക്കുന്നുണ്ടായിരുന്നു. ये काफी है वो ये तो बहुत है। बहुत है. इसको यहाँ है कैसा ये फ्रेश ये क्या होता है? मशरूम का ही एक बोलते हैं इनको ना माँ लोकल भाषा ലോക്കൽ ഭാഷ किनिप्रो। കിനിപ്രു. हाँ കാട്ടിലൂടെ വീണ്ടും മുന്നോട്ട് നടക്കുമ്പോഴാണ് കിനിപ്രു എന്ന് ലോക്കൽ ഭാഷയിൽ പറയുന്ന മറ്റൊരു വനവിഭവം ഞങ്ങൾ കണ്ടെത്തുന്നത്. കൂണിന്റെ തന്നെ വിഭാഗത്തിൽപ്പെടുന്ന കിനിപ്രു മണ്ണിൽ ആഴ്ന്നു വളരുന്നത് കൊണ്ട് തന്നെ ഇത് പുറത്തെടുക്കാൻ കുറച്ച് പാടാണ്. इधर ही है ना अंकल ऊपर। ऐसे ऊपर ही है ना? इधर भी है वो अंकल इधर भी है। ठीक है. പണ്ടൊരു കാലത്ത് ഈ ഗ്രാമീണർ ഈ കാടുകളിൽ വന്ന് ഒരുപാട് ശേഖരിച്ചുകൊണ്ട് പോവുകയും കുറേ ദിവസങ്ങൾ സൂക്ഷിച്ച് ഇതുകൊണ്ട് കറികളും മറ്റു വിഭവങ്ങളും ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. चूरी से थोड़ा थोड़ा ये निकालना ना इस तरह फिर धोना पड़ता है ये हो। എന്നാൽ ഇത് പറിച്ചെടുക്കുന്ന സമയത്ത് ഇതിൽ അത്യാവശ്യം മണ്ണ് പറ്റിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇത് വൃത്തിയാക്കാൻ നല്ല പാടാണ്. അതുകൊണ്ട് തന്നെ ഈ തലമുറയിലെ ആളുകൾ ഇത് പറിച്ചുകൊണ്ട് പോകാനും ഇത് കറി വെക്കാനും അധികം മെനക്കെടാറില്ല. എന്നാൽ ഇത്തരം ഒരു വിഭവം ആദ്യമായിട്ട് കാണുന്ന എക്സൈറ്റ്മെന്റിൽ ഞാനും ആരൂപാവയും തീരുമാനിച്ചു ഇത് കുറച്ചധികം നമ്മൾ ശേഖരിക്കുകയും ഇതുകൊണ്ട് ഒരു കറി വെക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്യാമെന്ന്. आपके आगे जो पेड़ है ना छोटा सा एकदम क्रिसमस ट्री जैसा लग रहा है इधर से इधर इस साइड. हाँ हाँ. കാട്ടിലൂടെയുള്ള നടത്തക്കിടയിൽ പല പ്രാവശ്യം കാണാനിടയായ ഒരു പ്ലാസ്റ്റിക് വസ്തുവാണിത്. ഇതെന്താണെന്നോ ഇതെന്തുകൊണ്ടാണ് ഇത്രമാത്രം കാട്ടിനുള്ളിൽ വന്നതെന്നോ ഞങ്ങൾക്ക് മനസ്സിലായില്ല. ഇത് എന്താണെന്ന് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ എഴുതുക. കാട്ടിലൂടെ മുന്നോട്ട് നടന്നപ്പോൾ ഒരുപാട് മൃഗങ്ങളുടെ അസ്ഥികൂടങ്ങളും കാണാൻ സാധിച്ചു. അപ്പോഴാണ് റോഷനങ്ങൾ പറയുന്നത് നസോഗിയിലെ നമ്മുടെ ഗ്രാമത്തിൽ നിന്ന് ഒരു പശു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കാണാതാവുകയും ഏതോ മൃഗം തിന്നതിൻ്റെ അവശിഷ്ടം മാത്രമായിട്ട് അത് തിരിച്ചു കിട്ടുകയും ചെയ്തുവെന്ന്. അതിനെ തുടർന്ന് 2 ദിവസങ്ങൾക്ക് ശേഷം ഹിമാചൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു സന്ദേശം ഈ ഗ്രാമത്തിലുള്ള എല്ലാവർക്കും വന്നിരുന്നു. അതിൽ പറയുന്നത് ഒരു പെൺകടുവ അതിൻ്റെ കുട്ടികളുമായി ഈ വനമേഖലയിൽ പലയിടത്തും കാണപ്പെട്ടിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഡുംഗ്രി, നസോഗി തുടങ്ങിയ ഗ്രാമങ്ങളിലുള്ള ആളുകൾ ഈ വനമേഖലയിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ 4 പേരടങ്ങുന്ന സംഘമായി മാത്രം യാത്ര ചെയ്യുകയും പരമാവധി ഉൾവനത്തിലേക്കുള്ള യാത്ര ഒഴിവാക്കുകയും ചെയ്യണമെന്നായിരുന്നു. ഞങ്ങളുടെ യാത്ര പരമാവധി ഉൾവനങ്ങൾ ഒഴിവാക്കിയുള്ളതായിരുന്നു. വീണ്ടും കാട്ടിലൂടെ മുന്നോട്ട് നടന്നപ്പോൾ ഒരു പുൽമേട്ടിലെത്തുകയും 2 ആട്ടിടയരായ പ്രായമായ 2 സ്ത്രീകളെ കണ്ടുമുട്ടുകയും ചെയ്തു. കുറച്ചു നേരം ഞങ്ങൾ അവർക്കൊപ്പം ചിലവഴിച്ചു. ये भी दे रही है पोज। 20 भी का है। 20 भी है। ये नहीं भी का बात है हमसे। जाने दे। 20 रुपये। हाँ? ये हर किसी का वैसे ही बोलते हैं. सच्ची की शादी की है। इनको आप लोग को चुप बैठ। शादी का उम्र भी तो नहीं हुआ है. उम्र भी है अभी। अभी टाइम है. लाड़े को पकड़ो. चलो चलो चल रहा.
ആട്ടിടയരുമായി ഗ്രാമത്തിലെ തമാശകൾ പങ്കുവെക്കുന്നതിനിടയിലാണ് രസകരമായൊരു ചർച്ചയുണ്ടായത്. പണ്ട് ഡുംഗ്രി, നസോഗി തുടങ്ങിയ ഗ്രാമങ്ങളിലെ കൂടുതൽ ആളുകളും ആട് മേയിച്ച് തന്നെയായിരുന്നു ജീവിക്കുന്നത്. അതിലാരോ കണ്ടെത്തിയ ഒരു വരുമാനോപാധിയാണ് ആട്ടിൻകുട്ടിയുമായി ഹഡിംബ ടെമ്പിൾ പോലെയുള്ള ടൂറിസ്റ്റുകൾ എത്തുന്ന സ്ഥലങ്ങളിൽ പോയി ആട്ടിൻകുട്ടിയുമായി ഒപ്പം ഫോട്ടോ എടുക്കുന്നതിന് ഒരു തുക വാങ്ങിക്കുക എന്നുള്ളത്. ആദ്യമാദ്യം വലിയ അധ്വാനമില്ലാത്ത ഒരു നല്ല വരുമാനമാർഗം തന്നെയായിരുന്നു അത്. വൈകാതെ ഗ്രാമത്തിൽ നിന്ന് ഒരുപാട് സ്ത്രീകൾ ആട്ടിൻകുട്ടികളും മുയലുമൊക്കെയായിട്ട് ഇതേ പരിപാടി ആരംഭിക്കുകയും അങ്ങനെ പയ്യെ കോമ്പറ്റീഷൻ വല്ലാതെ വളർന്ന് ആർക്കും നല്ല വരുമാനം കിട്ടാത്ത അവസ്ഥയും വരികയുണ്ടായി. അതിൽ ചില ആളുകൾ ആട് മേയ്ക്കുന്നതിലേക്ക് മടങ്ങിയെങ്കിലും മറ്റു ചില ആളുകൾക്ക് പുതിയ വരുമാന മാർഗങ്ങൾ തേടേണ്ടി വന്നു. അതുപോലെ ഗ്രാമത്തിലുണ്ടായ വലിയൊരു മാറ്റമാണ് കാട്ടിൽ നിന്ന് വലിയ അളവിൽ തടി മുറിക്കുന്നത്. ഒരു കാലത്ത് ട്രൈബൽ റൂട്ട്സ് എക്സിസ്റ്റ് ചെയ്തിരുന്ന കാടുമായിട്ട് വളരെ അടുത്ത് നിന്നൊരു ഗ്രാമം ആയതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ആളുകൾ കാട്ടിൽ പോയി കാട്ടിലെ വിഭവങ്ങൾ ശേഖരിക്കുന്നതും അതുപോലെ തന്നെ തടിയെടുക്കുന്നതുമെല്ലാം വളരെ സ്വാഭാവികമായൊരു കാര്യമായിരുന്നു. എന്നാൽ ടൂറിസത്തിന്റെ വരവോടെ ഈ നാട്ടിലെ സ്ഥലങ്ങളുടെ വില കൂടുകയും അതുകൊണ്ട് തന്നെ പലരും അവരുടെ കൃഷിസ്ഥലങ്ങൾ വിറ്റ് മിച്ചമുള്ള സ്ഥലത്ത് വലിയ കെട്ടിടങ്ങൾ കെട്ടാൻ തുടങ്ങുകയും ചെയ്തു. സ്വാഭാവികമായും ക്യാപിറ്റലിസത്തിന്റെ പിടിമുറുക്കം ആളുകളെ പ്രകൃതിയെ ചൂഷണം ചെയ്യാൻ നിർബന്ധിതരാക്കുകയും പണ്ടുകാലത്തെ ചെറിയ വീടുകൾക്കും വിറകിനുമായി ശേഖരിച്ചതിന് പകരം വലിയ അളവിൽ മരങ്ങൾ വെട്ടി തടിയെടുക്കാൻ തുടങ്ങുകയും ചെയ്തു. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് ഈ കാട്ടിലുള്ള നിരവധി വിഭവങ്ങളെക്കുറിച്ച്. ഈ കാട്ടിലെ മറ്റൊരു നിധിയെക്കുറിച്ച് ആരൂബാബ എന്നോട് പറയുകയുണ്ടായി. ഈ കാട്ടിൽ മണ്ണിനടിയിൽ ജീവിക്കുന്ന ഒരു ജീവിയുണ്ട്. അത് മണ്ണിനടിയിൽ തന്നെ മരിക്കുമ്പോൾ ഒരു ഷെല്ല് പോലെയുള്ള പദാർത്ഥം പുറത്തു വരികയും ആ പദാർത്ഥം എനർജിക്ക് വേണ്ടി പല ആളുകളും ഉപയോഗിക്കുകയും ചെയ്യാറുണ്ട്. 20 लाख तक चला जाता है। क्या होता है वो एक कीड़ा होता है। हाँ। और जड़ी होता है। जो कीड़ा जमीन के अंदर जाकर के मर जाता है। हाँ। और ऊपर से उसके एक पौधा निकलता है। हाँ। तो मर जाता है, तो इसका साइज इतना बड़ा ही होता है। हाँ। और वो आपको इतनी एनर्जी देती है। हाँ। काइंड ऑफ आप ड्रग्स लोगे तो जितनी एनर्जी मिलेगी ना, हाँ, वैसे आपको एनर्जी मिलती है। और ज़्यादातर एथलीट उसको प्रिफर करते हैं इसीलिए क्योंकि ड्रग्स लेकर के एथलीट अगर डोप टेस्ट में जाएंगे तो पकड़े जाएंगे, लेकिन इसको खा करके जाएंगे तो इससे पकड़े नहीं जाएंगे। उसको हिंदी में कीड़ा जड़ी बोलते हैं। कीड़ा जड़ी। हाँ, कीड़ा हाँ। और जड़ी। ഏതാണ്ട് 20 ലക്ഷം രൂപ വരെ വില വരുന്ന ഈ വസ്തു അത്ലറ്റുകളാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. വളരെയധികം ഊർജ്ജം നൽകുന്ന ഈ വസ്തുവിന്റെ പ്രസൻസ് ഡ്രഗ് ടെസ്റ്റുകളിൽ പോലും കണ്ടെത്താൻ കഴിയില്ല എന്നാണ് ആരൂബാബ എന്നോട് പറഞ്ഞത്. ഒരുപാട് തരം കൂണുകളുള്ള ഈ കാട്ടിൽ സൈക്കഡലിക് പ്രോപ്പർട്ടീസ് ഉള്ള മാജിക് മഷ്റൂം എന്നറിയപ്പെടുന്ന ഡ്രഗായിട്ട് ഉപയോഗിക്കുന്ന ഒരു മഷ്റൂം ഉള്ളതുകൊണ്ട് തന്നെ മരണം ഈ കാട്ടിൽ പലയിടത്തും പതിയിരിക്കുന്നുണ്ട്. മഴക്കാലങ്ങളിൽ ഈ മഷ്റൂം തേടി ഒരുപാട് ആളുകൾ ഇവിടെ എത്തുകയും പല ആളുകളും കണ്ടാൽ മാജിക് മഷ്റൂം ആണെന്ന് തോന്നുന്ന വിഷക്കൂണുകൾ കഴിച്ച് ഇവിടെ മരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ഈ യാത്രയുടെ പ്രാഥമിക ലക്ഷ്യത്തിലേക്ക് ഞങ്ങൾ ഇതുവരെ എത്തിയിട്ടില്ല. ഗുച്ചി എന്നു പേരുള്ള ഏതാണ്ട് 10,000 മുതൽ 40,000 രൂപ വരെ വില വരുന്ന ഒരു കൂണ് തേടിയാണ് ഞങ്ങൾ പ്രധാനമായിട്ടും യാത്ര ചെയ്യുന്നത്. ഇടിവെട്ടി മഴ പെയ്ത ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ കൂണ് ഈ കാട്ടിൽ വളരുന്നത്. പൈൻമരങ്ങളുടെ ചോട്ടിലാണ് ഇത് പ്രധാനമായിട്ടും വളരുന്നത്. പൈൻമരങ്ങളുടെ ചോട്ടിൽ വീണ് കിടക്കുന്ന ഉണങ്ങിയ ഇലകൾക്കിടയിൽ നിന്ന് ഇത് കണ്ടെത്താൻ വളരെയധികം പ്രയാസമാണ്. അങ്ങനെ മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിൽ ഞങ്ങൾ ആദ്യമായി ഞങ്ങളുടെ ഗുച്ചി മഷ്റൂം കണ്ടെത്തി. അങ്കിളാണെങ്കിൽ കുറച്ചധികം മഷ്റൂം സ്പോട്ട് ചെയ്തിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. मशरूम भी है। मशरूम ही है।
आप रख तो उसमें बकरी खा गई और जो 4 थे उसमें आम आ गए। और मुझे इतनी खुशी हुई, काइंड ऑफ मुझे लगा कि मेरा बच्चा पैदा हुआ। और दुख की बात ये है, गांव वाले सभी खा रहे हैं और सभी बड़ी तारीफ करते हैं। मैंने अभी तक उस सीजन पे घर पे अवेलेबल नहीं था, तो मैं अभी तक नहीं खा पाया।